നിൽക്കുമ്പോൾ ഈ ലോകത്തിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? പാവപ്പെട്ടവൻ എന്താണ് ചെയ്യുന്നത്? ഇന്ന് കർഷകനില്ല, കർഷക തൊഴിലാളിയില്ല. കർഷക തൊഴിലാളി മീറ്റിങ്ങുകളൊക്കെ നടത്തുന്നുണ്ട്. കർഷകരില്ല, കർഷക തൊഴിലാളിയില്ല. കർഷക തൊഴിലാളി പെൻഷൻ വാങ്ങിക്കാൻ ലക്ഷോപലക്ഷം ജനങ്ങളുണ്ട്. കേരളം ഒരു കാർഷിക രാജ്യമായിരുന്നു. ഇന്ന് ഇവിടെ കൃഷി നടത്തപ്പെടുന്നില്ല. കാരണം ഇവിടുത്തെ രാഷ്ട്രീയ കോളിളക്കങ്ങൾ കൊണ്ട്, യൂണിയൻ്റെ അതിപ്രസരണം കൊണ്ട്, ജനങ്ങളെ ഇളക്കി മറിക്കുന്ന പ്രശ്നങ്ങൾ കൊണ്ട് ഇന്ന് മുഖരിതമായ ഈ അന്തരീക്ഷത്തിൽ മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വിശേഷം. കൃഷിയില്ല. കൃഷിക്ക് വേണ്ടി ധാരാളം പൈസ സർക്കാർ മുടക്കുന്നുണ്ട്. മാതൃക കൃഷിത്തോട്ടങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേങ്കിൽ കൃഷി ചെയ്യാനോ കൃഷിയെ പ്രോത്സാഹിപ്പിക്കാനോ നമ്മുടെ ജനങ്ങൾ, സർക്കാരുകൾ, ബന്ധപ്പെട്ട സർക്കാരുകൾ, ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകൾ പരിശ്രമിക്കുന്നില്ല എന്നുള്ളത് നിരാശാജനകമായൊരു കാര്യമാണ്. എത്രയോ ഏക്കറുകൾ ഭൂമികൾ തരിശ് ഭൂമിയായിട്ട് ഈ രാജ്യത്ത് കിടക്കുന്നു. നമ്മൾ കേരളത്തിൽ തന്നെയുണ്ട്, ചുറ്റുപാടുകളുണ്ട്. അതൊന്നും കൃഷി ചെയ്യാൻ ആളില്ല. കർഷകനുമില്ല, കർഷക തൊഴിലാളിയുമില്ല. പക്ഷേ കർഷക പെൻഷനും തൊഴിലാളി പെൻഷനും വാങ്ങിക്കാൻ ആളുകളുണ്ട്. അതുകൊണ്ട് ഈ തരിശ് ഭൂമികളെല്ലാം കൃഷിയോഗ്യമായി, കൃഷിക്ക് അനുയോജ്യമായി മാറ്റി സർക്കാർ ആ സ്ഥലങ്ങളെല്ലാം ഏറ്റെടുത്ത് കൃഷി ചെയ്യിപ്പിച്ച് ലാഭമുണ്ടാക്കണം എന്നുള്ളത് ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുകയാണ്. അതിനകത്ത് വെട്ടിപ്പ് നടക്കും. അത് സൂക്ഷിക്കണം. അതിന് വിജിലൻസ് അന്വേഷണങ്ങൾ നടത്തണം. കാരണം വെട്ടിപ്പ് നടത്താതിരിക്കാനുള്ള ക്രമീകരണങ്ങൾ അത്യാവശ്യമായി സർക്കാർ അത് ചെയ്യുകയും ചെയ്യണം. തരിശ് ഭൂമികൾ ഏറ്റെടുത്ത് സർക്കാർ കൃഷി ഇറക്കി ജനങ്ങളുടെ ഈ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ പേര് ബേബി മല്ലശ്ശേരി. താങ്ക് യു വെരി മച്ച്.